എന്താ പേര്? ദീപ്തി ബാബു. ദീപ്തി ബാബു. ഇവിടെ തന്നെയാണ് കുടുംബമൊക്കെ ആയിട്ട് താമസവും അല്ലേ? എല്ലാം കൂടെ ഒന്നിച്ചല്ലേ? സന്തോഷം. അതിന് പേരിട്ടുണ്ടോ? ചന്ദനം അഗ്രോ നഴ്സറി. ചന്ദനം അഗ്രോ നഴ്സറി. എന്തെല്ലാം വെറൈറ്റീസ് ഉണ്ട്? വെറൈറ്റീസ് പ്ലാവിന്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. മാവിന്റെ, റംബൂട്ടാന്, പിന്നെ ലോഗനുണ്ട്, പേരയുടെ എല്ലാ വെറൈറ്റീസും ഉണ്ട്, ബറാബ, പിന്നെ കുറ്റിക്കുരുമുളക്, ഫ്രൂട്ട് പ്ലാന്റുകൾ കംപ്ലീറ്റും ഉണ്ട്. പിന്നെ ഞങ്ങള് തെങ്ങിൻ തൈ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഹൈബ്രിഡ് വെറൈറ്റി ഗംഗാബോണ്ടം തെങ്ങിൻ തൈ ഉത്പാദിപ്പിച്ച് ഞങ്ങള് കൃഷിഭവനും ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ സീഡ്ലിംഗ് പ്രൊഡക്ഷൻ മെയിനായിട്ട് നമുക്കിവിടെ 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു മഴമറയുണ്ട്, റെയിൻ ഷെൽട്ടർ. അവിടെ ഒരു കർഷക കൂട്ടായ്മയുണ്ട്. കൃഷിഭവന് ഞങ്ങൾക്ക് കർഷക കൂട്ടായ്മയും ആത്മയുടെ ഗ്രൂപ്പുകൾക്കും ഞാൻ ക്ലാസ് കൊടുത്തു. അവരെ അതിലോട്ട് കൊണ്ടുവന്നു. അവരെയും കൂടി വെച്ചിട്ട് സീഡ്ലിംഗ് പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് പഞ്ചായത്ത് പ്രോജക്റ്റുകൾ, നമ്മുടെ ഹൈൽഡ് വെറൈറ്റി പച്ചക്കറി തൈകള്, ഹൈബ്രിഡ് വെറൈറ്റി പച്ചക്കറി തൈകള്, പിന്നെ ബന്ദിയുടെ പ്രൊഡക്ഷൻ ഇപ്പൊ കഴിഞ്ഞു. നമ്മൾ പഞ്ചായത്തിനെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് ഹൈബ്രിഡ് ഇടുന്നുണ്ട് അടുത്ത പ്രോജക്റ്റിനായിട്ട്. ഇത് ഇങ്ങനെ നമ്മള് ഇവിടെ ചെയ്ത് വെക്കുമ്പോഴേ ഇവിടെ വന്ന് സെയിൽ ചെയ്ത് പോവാറുണ്ടോ? സെയിൽ ചെയ്ത് കസ്റ്റമർ വന്ന് എടുത്തിട്ട് പോവാറുണ്ട്. മൊത്തമായിട്ട് സെയിൽ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ സാധാരണ രീതിയിലുള്ള സെയിലാണോ? മൊത്തമായിട്ട് ആരെങ്കിലും ഏതെങ്കിലും? ഇല്ല, നമ്മള് കൂടുതൽ മറ്റേ കൃഷിഭവനൊക്കെ കൊടുക്കുന്നുണ്ട്. കുറച്ച് എയർ ലെയറിംഗ് ഒക്കെ ചെയ്യുന്നതൊക്കെ കൃഷിഭവന് കൊടുക്കുന്നുണ്ട്. കുറച്ച് കസ്റ്റമർക്കും കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ എക്കോ ഷോപ്പുകളൊക്കെ ഉണ്ട് നമുക്കിവിടെ കൃഷിഭവന്റെ ഭാഗമായിട്ടുള്ള. അപ്പൊ അവർക്കൊക്കെ കുറച്ച് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഇത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് അധ്വാനം ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൊപ്പഗേഷൻ ഞാൻ മറ്റേ VHSC സ്റ്റുഡൻസിന്റെ പ്രൊപ്പഗേഷന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. സ്കൂളുകൾക്ക്, കുളക്കട സ്കൂളിലും മറ്റു സ്കൂളുകൾക്കൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് ചെയ്തെടുക്കുന്നത്. അപ്പൊ വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടാക്കിയെടുക്കും. പ്രത്യേകിച്ച് സ്റ്റാഫുകളൊന്നും ഇല്ല. പരിപാടികള് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഈ കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഞങ്ങൾക്ക് മഴമറ ചെയ്ത സമയത്ത് സബ്സിഡി ഉണ്ടായിരുന്നു. 1000 സ്ക്വയർ ഫീറ്റിന്റെ മഴമറ ചെയ്ത സമയത്ത് കുറച്ച് സബ്സിഡി. റെയിൻ ഷെൽട്ടർ, അതിലാണ് നമ്മുടെ സീഡ്ലിംഗ് പ്രൊഡക്ഷന്റെ നടക്കുന്നത്. പച്ചക്കറി തൈയുടെയും ചെറിയ തൈകളുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. സീഡിട്ട് നമ്മൾ മുളപ്പിക്കുന്നത്. ഇത് നാംഡോക് മായി എന്ന് പറയുന്ന വെറൈറ്റി മാവാണ്. നാംഡോക് മായി നല്ല ഈൽഡ് തരുന്നൊരു മാവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ്. ഇതിന്റെ ഇതൊക്കെ നമ്മൾ ശരിക്കും സ്വാദിഷ്ടമായിട്ട് കഴിച്ചിട്ടുണ്ടോ? സ്വാദിഷ്ടമായിട്ട് കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി തന്നെ കഴിച്ചേക്കണോ, അല്ലെങ്കിൽ? അല്ല, ഞങ്ങൾക്ക് പുറത്തുനിന്നാണ് ഞങ്ങൾ കഴിച്ചത്. കഴിച്ചതിന് ശേഷം ഇതിന്റെ വെറൈറ്റി പറയാമോ? നമ്മുടെ ഹൈബ്രിഡ് കോക്കനട്ട് പ്ലാന്റ് ആണ്. ഇത് ഉമാപതി ഫാമിന്റെ രാംഗംഗ എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനത്തിലുള്ള തെങ്ങിൻ തൈയാണിത്. ഇത് രണ്ടും ഉമാപതി. കറക്റ്റ് 2.25 വർഷം 3 വർഷത്തിനകത്ത്. ഇല്ല, ഹൈബ്രിഡ് നമുക്ക് പൊക്കവും കുറവാണ്, നല്ല ഈൽഡും കിട്ടുന്ന വിഭാഗമാണ് രാംഗംഗ. ഇത് നമ്മുടെ സീറ്റ് ആയിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട് ആണ്. നല്ല സീറ്റ് ആണ് ഇത് പഴുക്കുമ്പോഴത്തേക്ക്. പക്ഷെ അത് ഓൾ സീസണും ആണ്. നമുക്ക് എല്ലാ സമയത്തും ഇതിൽ നിന്ന് സീറ്റ് ആയിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട് പേരാ. നല്ല സീറ്റാണ്. എപ്പോഴും നമുക്ക് കായ്കൾ കിട്ടും ഇതില്. അങ്ങോട്ട് ഏകദേശം അറ്റം വരെ ഉണ്ട് അല്ലേ? പിന്നെ അങ്ങോട്ട് ഫ്രൂട്ട് പ്ലാന്റ്. ഇതില് ഇത് നമ്മുടെ സപ്പോർട്ട, വെരിഗേറ്റഡ് സപ്പോർട്ട. അതിന്റെ തന്നെ സപ്പോർട്ടയിൽ തന്നെ കളപ്പാടി സപ്പോർട്ട ഉണ്ട്, വെരിഗേറ്റഡ് ഉണ്ട്, ബനാന സപ്പോർട്ട ഉണ്ട്. അങ്ങനെ സപ്പോർട്ടായിട്ട് തന്നെ 3-4 വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റംബൂട്ടാനില് കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. NIT ഉണ്ട്, റോങ് റൈൻ ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്, ബിൻചായി ഉണ്ട്. ഒത്തിരി വെറൈറ്റീസ് അതിലും ഉണ്ട്. പിന്നെ സീറ്റമ്പഴത്തിന്റെ നമ്മളെ ഫ്രണ്ടിൽ കണ്ട സീറ്റമ്പഴത്തിന്റെ തൈകളാണിത്. അതുപോലെ തന്നെ നമുക്ക് കുറ്റിക്കുരുമുളകുണ്ട്, പന്നിയൂർ 1 വെറൈറ്റി. ഇതിനെന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു വെറൈറ്റിയാണ് പന്നിയൂർ 1. ഈ കുറ്റിക്കുരുമുളക് ഉത്പാദനം നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കുറ്റിക്കുരുമുളകിനെ നമ്മൾ മാസത്തിൽ വളപ്രയോഗം കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഈൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് 70-80 രൂപ റേഞ്ച് പ്രൈസ് അനുസരിച്ച് പ്ലാന്റ്. പണ്ട് കാലത്ത് നമുക്ക് വലിയ അടയ്ക്കകളാണ് ഇപ്പൊ വയലിലായാലും വീട്ടിലായാലും എല്ലാവരും കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് തന്നെ പറഞ്ഞാൽ കയറി പറിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെ കൊണ്ടാണ് നമ്മൾ നല്ല ഡോർഫ് അടക്ക, ഇന്റർസീ മംഗള എന്നുള്ള ഡോർഫ് അടയ്ക്കകൾ ഇതിപ്പോ നമുക്ക് 2-2.5 വർഷത്തിനകത്ത് വെച്ച് നമുക്ക് നല്ല ഈൽഡ് കിട്ടുന്ന വിഭാഗത്തിലുള്ളതാണ് ഇന്റർസീ മംഗള. ഇതാണ് നമുക്ക് ചൂട് സമയത്ത് ഇതിൽ നിന്നുള്ള വെള്ളമാണ് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റിന് കൂടുതലും. 10,000 ലിറ്റർ വെള്ളം നമുക്ക് സ്റ്റോറേജ് ആയി കിടക്കുന്നുണ്ട്.
ഏകദേശം നമുക്ക് കൃഷിക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് വെള്ളവും ഇതിൽ നിന്ന് കിട്ടുന്നു. വേനൽ സമയത്ത് കിട്ടും. വേനൽ സമയത്ത് കിട്ടും. പല സമയത്ത് നമ്മൾ വെള്ളം സ്റ്റോറേജ് ആക്കി ഇട്ടിരിക്കും. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കിത് ചെയ്തിരുന്നത് നല്ലതാ. ചെയ്തതാണ്. ഞങ്ങൾ ഇവിടെ ആദ്യം ഫസ്റ്റിലെ ചെയ്തതാണ്. വിലക്കുറവാണെങ്കിൽ ചെറുത് ചെയ്തിട്ട് അല്ല, നമുക്ക് ഇതിനു വേണ്ടി കുറച്ച് സ്പേസ് മതിയല്ലോ. അപ്പൊ അത് നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാണ്ട്. ഇല്ല, ബുദ്ധിമുട്ടൊന്നും. അപ്പുറത്തുണ്ടോ? പിന്നെ ഇത് നമ്മൾ കിണറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കിണറ്റിലും വെള്ളം പറയാനുള്ള ചാൻസ് വളരെ. അപ്പുറത്ത് എന്തോ അങ്ങോട്ട് ഈ മഴമറയുടെ പ്രവർത്തനം ഒന്ന് വിശദീകരിക്കാവോ? വിശദീകരിക്കാം. നമുക്ക് തൈൽപാദനം മെയിനായിട്ടും മഴമറയിൽ മാത്രമേ നടക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ UV ഷീറ്റ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. UV ഷീറ്റിൽ നമ്മളെ തൈക്ക് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം എല്ലാം നമുക്ക് കിട്ടും. ആ സൂര്യപ്രകാശത്തിൽ മാത്രമേ ഈ തൈകൾക്കുള്ള ഗ്രോത്ത് കിട്ടത്തുള്ളൂ. UV ഷീറ്റ്. അതുകൊണ്ടാണ് നമ്മൾ മഴമറയ്ക്ക് UV ഷീറ്റ് തന്നെ കൊടുക്കുന്നത്. അപ്പൊ മഴ സമയത്ത് എന്ന് പറഞ്ഞാൽ വെയില് കുറവാണെന്നുള്ള നമുക്ക് കുറവുള്ള സമയമല്ലേ, അപ്പോഴ് തൈൽപാദനം നമുക്ക് കുറച്ച് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ വെയില് കൃത്യമായിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് വാച്ച് വളർന്നു പോകും തൈകളെ. അപ്പോഴും നമ്മുടെ തൈയുടെ ഗ്രോത്ത് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വരില്ല. അതുകൊണ്ട് മഴ സമയത്ത് നമുക്ക് തൈ ഉൽപാദനം കുറവാണ് എന്ന് കരുതി തൈ ഉൽപാദനം നടക്കുന്നുമുണ്ട്, പൂർണ്ണമായിട്ട് ഇല്ല എന്നല്ല. ഇപ്പൊ ബന്ധിയുടെ തടസ്സം വരില്ല, അത്ര തന്നെയാണ്. സക്സസ് ആണ്, മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന ഒന്നാണ്. നല്ല കാര്യം. ഇത് മിൽക്ക് ഫ്രൂട്ടിൽ 2 വെറൈറ്റി ഉണ്ട്. ഇത് മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് നമുക്ക് ഇതുവരെ ഫ്ലവറിംഗ് ആയിട്ടില്ല. ഇനി ഈ വർഷം പ്രതീക്ഷിക്കുന്നു ഫ്ലവറിംഗ് ആകുമെന്ന്. 2.5 വർഷം 2.5 വർഷത്തിനകത്ത് ഫ്രൂട്ട് ആവുന്നു. ഇതിന്റെ ഒരെണ്ണത്തിന് എന്ത് വരും? ഇതിന് 600 രൂപയോളം വിലയുണ്ട്. ഇത് നമുക്ക് വലിയ ഇത് 200 വർഷം കൊണ്ട് ഇത് ഇതുവരെ നമുക്ക് ഫ്ലവറിംഗ് ഒന്നും ആയിട്ടില്ല. ഇതിപ്പോ നമുക്ക് 2 വർഷത്തോളം ആവുന്നുണ്ട്. ആയിട്ടില്ല ഇതുവരെ നമുക്ക് ഫ്ലവറിംഗ് ആയിട്ടില്ല. അത് പക്ഷെ വലിയ സൈസുള്ള ഓറഞ്ച് ആണ്. പക്ഷെ ഞാൻ കൊടുത്തിട്ടുള്ള കസ്റ്റമർക്ക് അവർക്ക് നല്ല ഫ്രൂട്ട് കിട്ടിയിട്ടുള്ളവരുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ ഇല്ല, പകൽക്കുറിയില് ചേച്ചിക്ക് കൊടുത്ത് നല്ല ഫ്രൂട്ട് ആയിട്ടുണ്ട്. അവർക്ക് കിട്ടി. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഫ്രൂട്ട് ആയിട്ടില്ല. അതും പറയണമല്ലോ. ഇതാണ് മല്ലിക മാവ്. ഇത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നമുക്ക് ഒത്തിരി മാങ്ങ കിട്ടുന്നതും നല്ല സൈസുള്ള മാങ്ങയുമാണ്. ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് നമ്മൾ പൂളിക്കഴിഞ്ഞാൽ ആ മാങ്ങേണ്ടി ഉണ്ടല്ലോ, മാങ്ങേണ്ടി എന്നുള്ള ഭാഗമേ നമുക്ക് വളരെ കുറവാണ്. അത്രയ്ക്ക് നല്ല സ്വീറ്റുമാണ്, ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ അത്രയും വലിയ സൈസും ആയിരിക്കും മാങ്ങ. നല്ല ഒത്തിരി ഉണ്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ. ഈ കപ്പയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് കളർ ആണെങ്കിലും നല്ല പെട്ടെന്ന് വേവും നല്ല ടേസ്റ്റിയാണ്. വെള്ളായണി കർഷികോളയിൽ നിന്ന് ഞാൻ കമ്പ് കൊണ്ടുവന്ന് അത് കമ്പോളാക്കി എടുത്തതാണ്. നമ്മുടെ സപ്പോർട്ടയില ബനാന സപ്പോർട്ട വിഭാഗത്തിൽ വരുന്നതാണ്. ഇത് നമുക്ക് ഒത്തിരി ഈൽഡ് കിട്ടിയ സപ്പോർട്ടയാണ്. ഇപ്പോഴും തന്നെ അതിൽ നല്ല ഫ്ലവറിംഗ് ഉണ്ട്. ഇതെല്ലാം ഇനിയിപ്പോ പൊട്ടാഷ് കൊടുത്തിട്ടേക്കിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിയ കായ്കളായി വരും. ഇത് ക്യൂൻ എന്ന് പറയുന്ന വെറൈറ്റി മാവിന്റെ തൈകളാണ്. ഇത് ഇപ്പൊ നട്ടിട്ട് ഞാൻ 2-3 മാസമേ ആയിട്ടുള്ളൂ. ക്യൂൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത്രയും നമ്മുടെ സ്പേസ് വേണോ? ഇത്രയും നമുക്ക് പ്രൂണിങ് നടത്തി ഇത്തിരി സ്പേസ് നമുക്ക് വേണോ? ഇത് പ്ലാവ് തന്നെ അല്ലേ? ഇത് ഗംലസ് അരക്കില്ലാത്ത കുറച്ച് നല്ല ഇത് തോന്നുന്നുണ്ടല്ലോ, മറ്റേതിലും വ്യത്യാസമായിട്ട്. കൃഷിയായിട്ട് നിൽക്കും അത്. അതെ, അധികം വളർച്ചെത്താതെ നമുക്ക് അതായത് 3 വർഷം കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഈൽഡ് കിട്ടും. ഗംലസിന്റെ പ്രത്യേകത നമുക്ക് അരക്ക് കാണത്തില്ല. വൈറ്റ് കളർ ചൊളയായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല സ്വീറ്റ് ആണത്. ഗംലസിന്റെ പ്രത്യേകത. ഇത് ഹിമാലയൻ മൾബറിയിൽ വരുന്ന നമുക്ക് ഫ്രൂട്ട് കിട്ടിയിട്ടുള്ള മൾബറിയാണിത്. നല്ല റെഡ് വെറൈറ്റി ഹിമാലയൻ മൾബറിയുടെ. അത് നല്ല വിലയുള്ളതല്ലേ? വിലയുണ്ട്. നമ്മൾ ഏകദേശം ഈ സൈസ് കാണും ഓരോ മൾബറി. ടേസ്റ്റിയാണ്. നമുക്ക് 1 വർഷം ആവുന്നതിന് മുമ്പ് നല്ല ഫ്രൂട്ട് ആയിരുന്നു. ഫ്രൂട്ട് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മുടെ സാധാരണ പോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് ഇല്ല വില നമ്മളിപ്പോ മഴക്കാലമായിട്ട് ഇപ്പൊ നനയ്ക്കുന്നില്ല. മഴക്കാലം അല്ലാത്ത സമയത്ത് നമ്മൾ ഡെയിലി നനയ്ക്കുന്നുണ്ട്. നനയും വെള്ളം പിന്നെ വളപ്രയോഗം കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ നനയ്ക്കണം. പിന്നെ നല്ല ചൂട് സമയത്ത് നമ്മൾ പൊതയിട്ട് സംരക്ഷിക്കുന്നുണ്ട്. സൂര്യപ്രകാശം നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ ഇതില് മാങ്കോസ്റ്റിനും അബിയനും മാത്രമേ ഉള്ളൂ സൂര്യപ്രകാശത്തിന്റെ. ബാക്കി എല്ലാത്തിനും മസ്റ്റായിട്ട് വേണം. ഫാമിലിയാണ്. എന്താ പേര്? സന്തോഷം. ഇതെല്ലാം ചെയ്യുന്നേ. മോളുടെ പേരാ? ചന്ദന. ബ്ലാക്ക് ബെൽറ്റ് ആണ് കരാട്ടെ അല്ലേ? താങ്ക് യു. അപ്പൊ ഇത് ചെയ്യുമ്പോ ഒരു പ്രത്യേക സന്തോഷമുണ്ട് അല്ലേ, ആളുകളുടെ പിന്തുണയെ കാണുമ്പോ അല്ലേ? അപ്പൊ സന്തോഷം.